നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയ താരം തല അജിത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വിശ്വാസത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന ചിത്രത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്, അതായത് ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ മാത്രമാണ്. ആ കണക്കുകൾ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് എല്ലാവരും ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വിശ്വാസം എന്ന അജിത്ത് ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയിരിക്കുന്നത് 26 കോടി രൂപയാണ്. 26 കോടി രൂപ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കളക്ഷൻ തന്നെയാണ് അജിത്ത് സിനിമകളെ അപേക്ഷിച്ച്. അതിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പേട്ട എന്ന ചിത്രം റിലീസ് ചെയ്ത അന്ന് തന്നെ അതേ ടൈമിൽ തന്നെയാണ് അജിത്തിന്റെ വിശ്വാസം റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് ചെയ്ത് നേടിയ ഈ 26 കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ കണക്ക് തന്നെയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. എന്നാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത് 43 കോടി രൂപയാണ്. വേൾഡ് വൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അജിത്തിന്റെ ഇപ്പോൾ നമുക്കൊരു രജനീകാന്ത് റേഞ്ചിലേക്കൊന്നും അദ്ദേഹത്തിന് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആരാധകരില്ല. എന്നാൽ തമിഴ്നാടിന് പുറത്തുള്ള സൗത്ത് ഇന്ത്യ ബാക്കി എല്ലാ ഏരിയയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കളക്ഷൻ കിട്ടുന്നതാണ്. പിന്നെ മലേഷ്യ പോലെയുള്ള അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയുള്ള തമിഴ് സംസാരിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുന്നതാണ്. ആ കളക്ഷൻ എല്ലാം കൂട്ടി വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്നത് 43 കോടി രൂപയാണ്. ഒരു അജിത്ത് സിനിമയെ സംബന്ധിച്ച് ഇതൊരു നല്ല കണക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് പേട്ട എന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ചിത്രം തിയേറ്ററിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്ത അന്ന് തന്നെ നേടിയ ഈ 43 കോടി രൂപ അജിത്തിന്റെ താരമൂല്യത്തെയും ആ ചിത്രം നല്ലതാണെന്നുള്ള ഒരു അടിവരയിടുന്നതിനെയും അടിവരയിട്ട് ഉറപ്പിക്കുന്നതിനെയും സഹായിക്കുന്ന ഒരു കണക്കാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ വീഡിയോയിൽ ഞാൻ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.